എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മോഹൻലാൽ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എങ്ങനെയുണ്ട് ചേച്ചി? ലാലേട്ടൻ നല്ലൊരു സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് കുട്ടികൾക്ക് ഈ വെക്കേഷനിൽ കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായിരുന്നു. സിനിമ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് സിനിമ? ഇങ്ങനെ പോയിക്കോളൂ. കുഴപ്പമില്ല. കണ്ടിരിക്കാം. മോഹൻലാലിന്റെ ഡയറക്ടേഴ്സ് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു 3D മൂവിയായിട്ട് കണ്ടിരിക്കാം. പിള്ളേർക്ക് മാത്രമുള്ള ഒരു ടാർഗറ്റ് അല്ല, സാധാരണ വലിയ ആൾക്കാർക്ക് കാണാം. അത് കണ്ടിരിക്കാം. കുറച്ച് ഡ്രാഗിങ് ആണ്, വേറെ വിശ്വാസം. നല്ല പടമാണോ? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് പടം ചേച്ചി? കാരണം ഇതിനെ ഇറങ്ങി തിരിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ ഇനിയും ഡയറക്ഷനിലേക്ക് വരൂല എന്ന് പറയുന്നത്, പക്ഷെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. പറയാൻ ആ ഗ്രാഫിക്സിന്റെ കുറച്ചുകൊണ്ട് ആ 3D അടിപൊളിയാണ്. 3D എഫക്ട്. ബാക്കി പടത്തിനൊരു നല്ലൊരു സ്റ്റോറിയും ഇല്ല, ഒന്നുമില്ല. വളരെ ശോകമുഖമായ പടം. 3D എഫക്ട് നന്നായിട്ടുണ്ടോ? 3D എഫക്ട് അടിപൊളിയാണ്, അത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ പടം വളരെ മോശം. ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡയറക്ഷൻ എന്താ പറയുക, കഥയില്ലാതെ ആ ഡയറക്ഷൻ എന്ത് പറയാനാണ്? നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നത് മോഹൻലാലിൻ്റെ ഫസ്റ്റും ലാസ്റ്റുമുള്ള ഡയറക്ഷനാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയ്ക്ക് വളരെ മോശമായിട്ടാണ് ഈ പടം കൊണ്ടുവന്നത്. അതിലൊരു കാര്യമില്ല, വളരെ വളരെ മോശം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡയറക്ഷൻ എന്ന് തന്നെ പറയാം. അത്രയ്ക്കും മോശമാണ് പടം. ഒരു നല്ലൊരു സ്റ്റോറി ഇല്ല, കുറേ ഗ്രാഫിക്സ് കയറ്റിയിട്ടുണ്ട്. 3D എഫക്റ്റ് അടിപൊളിയാണ്, അതൊക്കെ സൂപ്പറാണ്. പക്ഷേ പടം നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറുപ്പിച്ച് കളയും. വളരെ എൻ്റെ തമ്പുരാനെ പറയും. നല്ല വ്യത്യാസമുണ്ട്. ടെക്നിക്കലി ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. നല്ല ഒരു വേറെ ഒരു അറ്റംപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. നല്ല പറ്റത്തില്ല. പിള്ളേർക്കാണ് ഫിലിം, ചിൽഡ്രൻസ് ഫിലിമാണ്. ഇങ്ങനെ അഡൾട്ട്സിന് അങ്ങനെ മീൻസ് അഡൾട്ട്സ് കിഡ്സിന്റെ കൂടെ വരാം. നല്ല ക്രിസ്മസ് ഫീലാണ്, നല്ല കളർഫുൾ മൂവിയാണ്. എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞല്ലോ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ കിഡ്സ് എൻജോയ് ചെയ്യും.